സുഹൃത്തുക്കളെ, കേരള രാഷ്ട്രീയത്തെക്കുറിച്ച് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ വീണ്ടും നമ്മൾ ആലോചിക്കുകയാണ്. ആദ്യമായി ഞാൻ ബി ജെ പിയെക്കുറിച്ചൊരൽപ്പം പറയാം. അതായത്, കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പി പ്രതിനിധികളായി വിജയിച്ചു വന്ന 114ഓളം പേരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് ക്ഷണിച്ച് ഡൽഹിയിൽ അവർക്കൊരു സ്വീകരണം നൽകിയിരുന്നു. ഉപരാഷ്ട്രപതിയൊക്കെ രാജ്യസഭ സമ്മേളിച്ചു കൊണ്ടിരിക്കെ തന്നെ പുറത്തു വന്ന് അവരെ സ്വീകരിക്കുന്ന രീതിയിലുള്ള വലിയ പരിപാടിയായിട്ടാണ് അത് ആസൂത്രണം ചെയ്തത്. അവർ പോയ, ഞാൻ മനസ്സിലാക്കുന്നു, ട്രെയിൻ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഓരോ സ്റ്റേഷനുകളിലും ആ ട്രെയിൻ എത്തുമ്പോൾ കേരളത്തിൽ നിന്നുള്ള ബി ജെ പിയുടെ ജനപ്രതിനിധികളടങ്ങിയ ആ കമ്പാർട്ട്മെൻറ്റിന് ചുറ്റും നിന്ന് വലിയ രീതിയിലുള്ള മധുരപലഹാരങ്ങളും മറ്റും നൽകി അവരെ സ്വീകരിച്ച് ബി ജെ പി പ്രവർത്തകർ വിവിധ സംസ്ഥാനങ്ങളിലെ ഓരോ റെയിൽവേ സ്റ്റേഷനുകളിലും ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. വിനോദ് താവ്ഡെ എന്ന് പറയുന്ന ബി ജെ പിയുടെ കേരളത്തിൻ്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഇവിടെ നിന്ന് ചെന്ന ബി ജെ പി ജനപ്രതിനിധികൾക്ക് വലിയ രീതിയിലുള്ള ട്രെയിനിങ്ങും പരിശീലന ക്ലാസ്സുകളുമൊക്കെ അവിടെ ഡൽഹിയിൽ അറേഞ്ച് ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ കേരളത്തിന് വേണ്ടി എന്താണ് മോഡി കരുതി വച്ചിരിക്കുന്നത്, എന്ത് പദ്ധതിയാണുള്ളത് എന്നുള്ളത് ഒരു പ്രസക്തമാണ്. കാരണം എനിക്ക് തോന്നുന്നു, ഈ ഈഴവ സമുദായം കൂടുതലുള്ള ആലപ്പുഴ പോലെയുള്ള ജില്ലകൾ ഇത്തവണ നിർണായകമായിരിക്കും. ഞാൻ വളരെ സ്കാറ്റേർഡ് തോട്ട്സ് എന്ന് നമ്മൾ സാധാരണ പറയുന്ന ഒരു വിഷയത്തിലൊന്നാതെ പല വിഷയങ്ങളിങ്ങനെ ഇന്ന് സംസാരിക്കുകയാണ്. അതിലൊന്ന്, ഞാൻ കരുതുന്നു രമേശ് ചെന്നിത്തല UDF ഒരു അവസരം ലഭിക്കുകയാണെങ്കിൽ അദ്ദേഹം മുഖ്യമന്ത്രിയാകരുത് എന്ന്. കാരണം, അങ്ങനെ പറയാനൊരു കാരണമുണ്ട്. ഒരു കാലത്ത് ഈ വയലാർ രവി, AK ആൻ്റണി, ഇങ്ങനെ കോൺഗ്രസിൻ്റെ കരുത്തരായ നേതാക്കൾ നിയമസഭയിലെത്തിയിരുന്നത് ആലപ്പുഴ ജില്ലയിൽ നിന്നായിരുന്നു. അതുപോലെ തന്നെ ഡീലിമിറ്റേഷന് മുമ്പ് പകുതിയോളം സീറ്റുകളിൽ ആലപ്പുഴ ജില്ലയിൽ നിന്ന് കോൺഗ്രസ് പ്രതിനിധികൾ വിജയിച്ചു എന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ പ്രതിപക്ഷ നേതാവായിരുന്ന അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല ഒരു ദീർഘകാലം അദ്ദേഹം KPCC അധ്യക്ഷനായിരുന്നു. വളരെ ചെറുപ്പത്തിലെ കേരളത്തിൽ നിന്ന് കേരള സംസ്ഥാനത്തെ മന്ത്രിയായ ഒരാളാണ് അദ്ദേഹം. കുറേ കാലം അദ്ദേഹം MP ആയിരുന്നു. നമ്മുടെ ഫോക്കസിലേക്ക് വന്നാൽ KPCC അധ്യക്ഷനായിരുന്നു രമേശ് ചെന്നിത്തല. KPCC അധ്യക്ഷനായിരിക്കെയാണ് അദ്ദേഹം ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ മന്ത്രിയായി ചേരുന്നത്. പിന്നീട് അദ്ദേഹം പ്രതിപക്ഷ നേതാവായി. അപ്പോൾ KPCC അധ്യക്ഷനായിരുന്ന പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയ്ക്ക് ഡീലിമിറ്റേഷന് ശേഷമുള്ള ആലപ്പുഴ ജില്ലയിൽ കോൺഗ്രസ്സിന് ഒരു ശക്തമായ അടിത്തറയുണ്ടാക്കാൻ സാധിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം ഇപ്പോൾ നിലവിൽ ആലപ്പുഴ ജില്ലയിൽ നിന്ന് കോൺഗ്രസ് പ്രതിനിധിയായി നിയമസഭയിൽ എത്തിയിട്ടുള്ളത് അദ്ദേഹം മാത്രമാണ്. UDF മറ്റൊരു ഘടകകക്ഷിയും ആലപ്പുഴ ജില്ലയിൽ നിന്ന് വിജയിച്ച് നിയമസഭയിൽ എത്തുന്നുമില്ല. അപ്പോൾ അതേസമയം പൊതുവെ കോൺഗ്രസ്സിന് കുറച്ച് ശക്തിയുള്ള ഒരു കേന്ദ്രമാണ് എറണാകുളം ജില്ലയിൽ VD സതീശനുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്വാധീനം കൊണ്ടുകൂടി അവിടെ കോൺഗ്രസിൻ്റെ ധാരാളം ജനപ്രതിനിധികൾ നിയമസഭയിലെത്തുന്നുണ്ട്. ഒരുപക്ഷെ എന്നല്ല, കേരളത്തിൽ നിലവിലുള്ള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കോൺഗ്രസ് പ്രതിനിധികളെ നിയമസഭയിൽ എത്തിച്ച ജില്ല എറണാകുളമാണ്. അപ്പോൾ തൻ്റെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിക്ക് പുറത്തുള്ള, ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഇപ്പം നിങ്ങളോ ഞാനോ ഒരു ജനപ്രതിനിധിയാണ്, ഒരു MLA ആണ് എങ്കിൽ സ്വന്തം മണ്ഡലത്തിൽ തൻ്റെ പാർട്ടി വിജയിക്കുക എന്നുള്ളതിനും അപ്പുറത്ത്, ഒരു പ്രാദേശിക പാർട്ടിയാണെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ അനൂപ് ജേക്കബിനെ പോലെയുള്ള ഒരു പാർട്ടിയാണെങ്കിൽ അപ്പുറത്തേക്കൊന്നും കാര്യമായി ചെയ്യാൻ കഴിഞ്ഞോളന്നില്ല. പക്ഷേ ഒരു ദേശീയ തലത്തിലുള്ള ഒരു പാർട്ടി, സംസ്ഥാനത്ത് ഭരണത്തിന് നേതൃത്വം നൽകിയിരുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് ആലപ്പുഴ ജില്ലയിൽ ഇപ്പോൾ രമേശ് ചെന്നിത്തല തന്നെയും KPCC അധ്യക്ഷനായും മന്ത്രിയായിരുന്ന ഒരു ഘട്ടമായിരുന്നു 2011-16.
ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ധാരാളം കാര്യങ്ങൾ ആലപ്പുഴ ജില്ലയ്ക്ക് വേണ്ടി ചെയ്യാൻ കഴിയുമായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും അദ്ദേഹം ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലും അത് കൺവിൻസ് ചെയ്ത് അത് വോട്ടാക്കി മാറ്റാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. എന്താണ് 2016 2021 ആലപ്പുഴ ജില്ലയിലെ കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പിലെ സാന്നിധ്യം എന്താണ്? ഇത് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിക്ക് പുറത്ത് കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥിയെ പോലും താൻ പ്രതിനിധാനം ചെയ്യുന്ന ജില്ലയിൽ നിന്ന് വിജയിപ്പിക്കാൻ കഴിയാത്ത രമേശ് ചെന്നിത്തല ഒരു അവസരം ലഭിക്കുകയാണെങ്കിലും മുഖ്യമന്ത്രി പോയിട്ട് മന്ത്രി പോലും ആകാൻ അവസരം കൊടുക്കരുത്. വേണമെങ്കിൽ അദ്ദേഹം ഹരിപ്പാടിൽ നിന്ന് മത്സരിച്ച് MLA ആകട്ടെ എന്നുള്ളതാണ് ഒരു സാധാരണ ഈ കേരള സംസ്ഥാനത്തെ 3.5 കോടി ജനങ്ങളുടെ ഒരാളെന്ന നിലയ്ക്കുള്ള നമ്മുടെ കാഴ്ചപ്പാട്. ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് ഞാൻ മറ്റു ചില കാര്യങ്ങൾ കേട്ടു. അതിലൊന്ന്, കേരളത്തിലെ 2,12,00,000 ആളുകളാണ് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തത്. ഇതിൽ ചില ആളുകൾ 3 തവണ വോട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് 3 വോട്ടുള്ള ആൾ. അപ്പോൾ 5 കോടിയിലധികം മൊത്തം വോട്ടുകളിവിടെ പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ വോട്ട് ചെയ്യപ്പെട്ട വോട്ടുകളുടെ കാര്യം കണക്കിലെടുത്ത് കഴിഞ്ഞാൽ കോൺഗ്രസ്സിനാകെ ലഭിച്ചിട്ടുള്ള വോട്ടുകളും CPM-നാകെ ലഭിച്ചിട്ടുള്ള വോട്ടുകൾക്കുമിടയിൽ 30 ലക്ഷത്തോളം വ്യത്യാസമുണ്ട് എന്നാണ് ഞാൻ ഓർക്കുന്നത്. ഞാൻ കേട്ടത് അങ്ങനെയാണ്. അവർ കേൾക്കുകയാണ് ചെയ്തത് ആ വിഷയത്തെക്കുറിച്ച്. അപ്പോൾ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കോൺഗ്രസ്സിന് സാധിക്കുമെന്ന് തന്നെയാണ് നമ്മൾ കരുതേണ്ടത്. അതുപോലെ തന്നെ മുസ്ലിം ലീഗിനകത്ത്, ഞാൻ പേഴ്സണലി ലീഗിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല, 53 ലക്ഷം, ഈ 5 കോടിയിലധികം വരുന്ന മൊത്തം വോട്ട് ചെയ്യപ്പെട്ടതിൽ 53 ലക്ഷത്തിലധികം വോട്ടുകൾ മുസ്ലിം ലീഗിന് മാത്രമായി ലഭിച്ചിട്ടുണ്ട്. കേരള കോൺഗ്രസ്സുകൾക്ക്, UDF-ലും LDF-ലുമായി നിൽക്കുന്ന കേരള കോൺഗ്രസ്സുകൾക്ക് 7 ലക്ഷവും 8 ലക്ഷവും വോട്ടുകളാണ് ആകെ ലഭിച്ചതെന്ന് പറയുന്നത്. അപ്പോൾ ഈ പശ്ചാത്തലമെല്ലാം ഇവിടെ നിലനിൽക്കും. ഇനി നമ്മൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ തിരിച്ചു വരാൻ UDF-ൻ്റെ മുന്നിലുള്ള വെല്ലുവിളി എന്താണെന്ന് പരിശോധിക്കുമ്പോൾ കാര്യമായിട്ട് ഒരു 30 സീറ്റുകളിലെങ്കിലും ഇപ്പോഴുള്ള സീറ്റുകൾക്ക് പുറമെ പിടിച്ചെടുക്കാൻ വേണ്ടി UDF-ന് സാധിക്കണം. കൂടുതൽ അസംബ്ലി സെഗ്മെൻറ്റ്സ് ഉള്ള ജില്ലകളിൽ കോഴിക്കോട് ജില്ലയിൽ മാത്രമാണ് നിലവിൽ അതിനൊരു സാധ്യതയുള്ളത്. പക്ഷേ അവിടെ തന്നെയും ഇപ്പോൾ കേൾക്കുന്നത് TP രാമകൃഷ്ണനെ പോലെയുള്ള ആളുകൾ പേരാമ്പ്രയിൽ മത്സരിക്കും എന്നൊക്കെയാണ്. അതുപോലെ തന്നെ CPM-ൻ്റെയും ഈ തെരഞ്ഞെടുപ്പ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഇപ്പോൾ നിലവിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ RSPയിലെ ഒരു വിഭാഗം ഇടതുപക്ഷത്തുണ്ടല്ലോ, അവരുൾപ്പെടെ മൊത്തം 140 മണ്ഡലങ്ങളിലും കഴിഞ്ഞ തവണ എങ്ങനെയാണോ സീറ്റ് ഷെയർ ചെയ്തത് അതേ രീതിയിൽ ഇത്തവണയും LDF-ൽ സീറ്റ് ഷെയർ ചെയ്യും. കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുന്ന RJD, അതുപോലെ തന്നെ കഴിഞ്ഞ തവണ 12 സീറ്റിൽ മത്സരിച്ച് നേരത്തെ 13 സീറ്റ് നൽകിയ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ ആവശ്യങ്ങൾ ഇതെല്ലാം വരുന്നുണ്ട്. ഇപ്പോൾ മന്ത്രിമാരുടെ കൂട്ടത്തിൽ നിന്ന് VN വാസവനും മുഹമ്മദ് റിയാസും സജി ചെറിയാനും മത്സരിക്കുമെന്നാണ് കേൾക്കുന്നത്. അതുപോലെ തന്നെ മുൻ MP CS സുജാത മത്സരിക്കുമെന്ന് കേൾക്കുന്നുണ്ട്. തോമസ് ഐസക്, EP ജയരാജൻ പോലെയുള്ള മുൻ മന്ത്രിമാർ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് കേൾക്കുന്നു. KK ശൈലജയും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചേക്കും. അതുപോലെ തന്നെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന് പുറമെ സഖാവ് വിജയരാഘവൻ കൂടി മത്സരിക്കാൻ സാധ്യതയുണ്ടെന്ന് കേൾക്കുന്നു. UDF-നെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോട് ജില്ലയിൽ നിന്ന് ലഭിക്കാൻ സാധ്യതയുള്ള കുറച്ച് സീറ്റുകൾ, മാക്സിമം ഒരു 13-6 സീറ്റ്, കാരണം ഇടതുപക്ഷത്തിനും കുറച്ച് സ്വാധീനമുള്ള മേഖലകൾ അവിടെയുണ്ട്. അപ്പോൾ ഒരു 6 സീറ്റ് നേടാൻ UDF-ന് സാധിച്ചാൽ, വയനാട് ജില്ലയിൽ നല്ല പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചാൽ, ഈ ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ നിലവിൽ എനിക്ക് തോന്നുന്നു പത്തനംതിട്ട ജില്ലയിൽ നിന്ന് UDF ജനപ്രതിനിധികളില്ല ഇത്തവണ. ഇടുക്കിയിൽ നിന്ന് PJ ജോസഫ് മാത്രമാണുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് 10 സീറ്റുകളുണ്ട് ആകെ 2 ജില്ലകൾ. ഈ ജില്ലകളിൽ നിന്ന് ഭൂരിഭാഗം സീറ്റുകളും ഇത്തവണ UDF വിജയിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. എറണാകുളം, ഇടുക്കി, കോട്ടയം, എറണാകുളം, പത്തനംതിട്ട ജില്ലകളിൽ UDF ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കുകയും മലബാറിൽ കോഴിക്കോട് ജില്ലയിൽ നിന്ന് പ്രത്യേകിച്ചും വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കുകയും ചെയ്താൽ, കണ്ണൂർ ജില്ലയിൽ ഇരിക്കൂർ, പേരാവൂർ സീറ്റുകൾക്ക് പുറമെ
കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിന് പുറമെ മറ്റേതെങ്കിലും ഒരു നിയമസഭാ സീറ്റിൽ കൂടി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്ന് കൂടി വിജയിച്ചു വരാൻ സാധിച്ചാൽ മലബാറിൽ അത്രയ്ക്ക് ചെയ്യാൻ കഴിയും. പാലക്കാട് ജില്ലയിൽ നിന്ന് ഇപ്പോൾ ഈ CPM നിന്ന് വരുന്ന നേതാക്കൾ പാലക്കാട് ജില്ലയിൽ UDF അനുകൂലമായ ഒരു തരംഗം സൃഷ്ടിച്ചേക്കും. അതുപോലെ തന്നെ തൃത്താലയിൽ VT ബൽറാം മത്സരിച്ച് വിജയിച്ചേക്കും എന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഒരു 4 സീറ്റെങ്കിലും 2 സീറ്റുകൾ പാലക്കാട് ജില്ലയിൽ നിന്ന് ലഭിക്കും. അപ്പോൾ മലബാറിൽ നിന്ന് ഒരു 10 സീറ്റ് അല്ലെങ്കിൽ ഒരു 12 സീറ്റ് ഇപ്പോഴുള്ളതിനേക്കാൾ അധികം ലഭിച്ചാലും പിന്നെ ഒരു 18 സീറ്റുകൾ ലഭിക്കണം. അതിൽ ഈ ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ നിന്ന് നല്ലൊരു വിഭാഗം സീറ്റുകൾ ലഭിക്കുമെന്ന് തോന്നും. പക്ഷേ എന്നാലും നിലവിലുള്ള 42 MLAമാരുടെ എണ്ണത്തെ ചുരുങ്ങിയത് 71 MLAമാരെങ്കിലും ആക്കണമെങ്കിൽ 29 പേരുടെ കൂടുതൽ പിന്തുണ വേണം. ഇതിന് ഏറ്റവും വലിയ വെല്ലുവിളി ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. തൃശ്ശൂരിൽ ഒരു പക്ഷേ ഒരല്പം നേരത്തെ തന്നെ കോൺഗ്രസ് കളത്തിലിറങ്ങുന്നുണ്ട്. TN പ്രതാപൻ മണലൂരിൽ മത്സരിച്ചേക്കും. അതുപോലെ തന്നെ ഒല്ലൂർ, മണലൂർ, കുന്നംകുളം പോലെയുള്ള പല മണ്ഡലങ്ങളിലും നല്ലൊരു മത്സരം കാഴ്ചവെക്കാൻ കോൺഗ്രസ്സിന് സാധിക്കേണ്ടതുണ്ട്. PJ ജോസഫുമായുള്ള ഈ സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയാകാതെ അനന്തമായി നീണ്ടുപോകുന്നത് ചില പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള ജാഥ അത് സമാപിക്കുന്നതോടുകൂടി കോൺഗ്രസ് രാഷ്ട്രീയം സംസ്ഥാനത്ത് അല്ലെങ്കിൽ UDF രാഷ്ട്രീയം കൂടുതൽ സജീവമാകുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി പറയാം. ഈ ഭരണമാറ്റത്തെക്കുറിച്ച് അല്ലെങ്കിൽ അധികാര തുടർച്ചയെക്കുറിച്ച് ഞാൻ വായിച്ചൊരു കാര്യം പങ്കുവെക്കുകയാണ്. അതിനകത്ത് പറയുന്നത് പശ്ചിമ ബംഗാളിൽ നിലവിലെ സാഹചര്യത്തിൽ തൃണമൂൽ കോൺഗ്രസ് തന്നെ തിരിച്ചു വരുമെന്നാണ് കരുതുന്നത്. ഞാൻ വായിച്ചത് എങ്ങനെയാണ്. അതുപോലെ ഗുജറാത്തിൽ കഴിഞ്ഞ കുറേ കാലമായി BJP ഭരണത്തിലിരിക്കുന്നു. അവിടെ സമീപ ഭാവിയിലൊന്നും തന്നെ BJPയെ പരാജയപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു പാർട്ടിയോ മുന്നണിയോ ഗുജറാത്തിൽ അധികാരത്തിൽ വരാൻ സാധ്യതയില്ല എന്ന് ചിലർ നിരീക്ഷിക്കുന്നു, അങ്ങനെ വിലയിരുത്തുന്നു. പശ്ചിമ ബംഗാളിലോ ഗുജറാത്തിലോ ഭരണത്തുടർച്ചയുണ്ടാകുമ്പോൾ ഉണ്ടാകാത്ത രീതിയിലുള്ള ഭരണത്തുടർച്ച എന്നുള്ള ഒരു ആശയം ജനങ്ങൾക്കിടയിൽ ചർച്ച ചെയ്യപ്പെടുമ്പോൾ അതിനെതിരെ എന്തുകൊണ്ടാണ് കേരളത്തിൽ വലിയ രീതിയിൽ ഭരണത്തുടർച്ചയ്ക്കെതിരെയുള്ള വികാരമുയരുന്നത് എന്ന് ഒരു ചോദ്യമുയരുന്നു. ഒന്നിവിടെ വലിയ രീതിയിലുള്ള ആൻറ്റി ഇൻകംബൻസി ഫാക്ടറുണ്ട്. മറ്റൊന്ന് CPM സൃഷ്ടിക്കുന്ന ഒരു പൊതുബോധമുണ്ട്. ആ പൊതുബോധത്തിൽ അധിഷ്ഠിതമായ ഒരു സാമൂഹ്യ ക്രമത്തോടാണ് CPM തെരഞ്ഞെടുപ്പ് വേളകളിലും അല്ലാത്തപ്പോഴും സംവദിക്കുന്നത്. അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു വിഭാഗത്തെ ഒറ്റപ്പെടുത്തിക്കൊണ്ടുള്ള അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള അല്ലെങ്കിൽ അവരെ പ്രതികൂലമായ രീതിയിൽ ബാധിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ നടത്താൻ ഇവിടെ ചില സാമുദായിക നേതാക്കൾക്കും CPMൻ്റെ തന്നെ നേതാക്കൾക്കും സാധിക്കുന്നു. അപ്പോൾ അതൊരു വശത്തോടെ നിൽക്കുന്നു. മറ്റൊന്ന് ഈ ഒരു സാഹചര്യത്തിൽ ചില വിഭാഗങ്ങളെ അരികുവൽക്കരിക്കാനുള്ള ശ്രമങ്ങളെ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ചെറുത്തു തോൽപ്പിക്കുമെന്ന് കരുതാം. അതുപോലെ തന്നെ ശക്തമായ ഭരണവിരുദ്ധ വികാരം ഇവിടെയുണ്ട്. മറ്റൊന്ന് പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ്സിന് വലിയ ഒരു രാഷ്ട്രീയ എതിരാളി അവിടെ BJP ഉണ്ട്, പക്ഷെ താരതമ്യേന ദുർബലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിൽ ശക്തമായിട്ടുള്ള ഒരു പ്രതിപക്ഷത്തിൻ്റെ സാന്നിധ്യമുള്ളത് കൊണ്ടുകൂടിയാണ് ഗുജറാത്തിലോ അല്ലെങ്കിൽ BJP തുടർച്ചയായി മത്സരിച്ച് വിജയിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലോ ഉണ്ടാകാത്ത രീതിയിലുള്ള ഒരു ചർച്ച ഇവിടെ തുടർ ഭരണത്തെക്കുറിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നും ആളുകൾ നിരീക്ഷിക്കുന്നു. അപ്പോൾ നിലവിലുള്ള 42 സീറ്റുകൾ എങ്ങനെ 71 സീറ്റുകളെങ്കിലും ആക്കാൻ ഏത് രീതിയിലാണ് UDFന് ഇടപെടാൻ സാധിക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയ കേരളം കൗതുകത്തോടുകൂടി ഉറ്റുനോക്കുന്നത്. നന്ദി, നമസ്കാരം.